പലരും നമ്മൾ ഈ രേണുസുധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴേ പലപ്പോഴും കമൻറ്റുകൾ വരാറുണ്ട്. നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീയെ എത്രമാത്രം അവഹേളിക്കുന്നത്, അധിക്ഷേപിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കമൻറ്റുകൾ വരാറുണ്ട്. പേഴ്സണലി ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. അത് ഈ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ഉഡായിപ്പുകൾ അല്ലെങ്കിൽ കള്ളങ്ങൾ, പറഞ്ഞിട്ടുള്ള കള്ളങ്ങൾ, ഇതൊക്കെ പിന്നെയും മാറ്റി പറയുമ്പോഴാണ് നമ്മൾ അതേ അടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നതും. അതിനകത്ത് ആർക്കും ഒരു വിഷമം തോന്നിയിട്ടോ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ ഒന്നൊരു കാര്യമില്ല. ഇപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ രേണുസുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് പേര്, അതായത് ബിഗ് ബോസിൽ രേണുസുധി പോകുന്നതിന് മുൻപ് രേണുസുധിയെ വിമർശിച്ച ആൾക്കാർ പോലും ഇപ്പോൾ രേണുസുധിക്ക് അനുകൂലമായിട്ടാണ് കമൻറ്റുകളും അതുപോലെ പോസ്റ്റുകളും കുറേയധികം മീഡിയ ചാനലുകൾ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് നടക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് രേണുസുധീനെ ഒരു സമയത്ത് അനുകൂലിച്ച ഒരാളാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അനുകൂലിച്ചിരുന്നു. പക്ഷേ പിന്നെ ഇവരുടെ ചെയ്തികൾ കണ്ടപ്പോഴാണ് ഞാനതിനെ വിമർശിച്ച് തുടങ്ങിയത്. ഇന്നെന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപൊരിക്കൽ ഫ്ലവേഴ്സിൻ്റെ സ്റ്റേജിൽ വന്നിട്ട് ലക്ഷ്മി നക്ഷത്രം ചോദിച്ചു ഏതുവരെ പഠിച്ചു നോക്കുമ്പോൾ ഞാൻ ഏവിയേഷൻ കഴിഞ്ഞു, വർക്ക് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഏവിയേഷൻ കഴിഞ്ഞ ഒരാൾക്ക് ഫ്ലൈറ്റിൽ കയറിയാൽ സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാൻ പറ്റില്ലേ? അതോ അവിടെ അവരത് പഠിപ്പിക്കത്തില്ലേ? ഇന്നത്തെ ലൈവിനകത്ത് കാണിച്ചൊരു സംഭവം ഞാൻ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം. അതിനകത്ത് രേണു പറയുകയാണ്, എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റുന്നില്ല, സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ലായിരുന്നു. എൻ്റെ ചേച്ചി പോലും സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയാണ്ട് നോക്കിക്കൊണ്ടിരുന്നു. അവസാനം ഒരു അമ്മച്ചിയാണ് വന്നിട്ട് സീറ്റ് ബെൽറ്റ് ഊരിത്തന്നത്. ഇട്ട സീറ്റ് ബെൽറ്റിന് ഊരാൻ അറിയില്ല. ഇതാണ് സംഗതി. നമുക്കത് കണ്ടു നോക്കാം എന്താണ് രേണു പറയുന്നത്. ആ ഒരു ഏവിയേഷൻ ടൈമില് അത് പക്ഷെ എല്ലാരും ഉണ്ടായിരുന്നില്ല, കൂട്ടുകാരൊക്കെ. ഞാനിങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. ഞാനൊക്കെ എന്റെ ചേച്ചി സീറ്റ് വെച്ചിട്ട് അറിയത്തില്ല. ദൈവമേ, എനിക്കറിയാം. എന്റെ അടുത്തൊരു ഒരു അമ്മച്ചി ഉണ്ട്, എനിക്ക് സീറ്റ് വെച്ചിട്ട് അറിയത്തില്ല. അവനെ ഇങ്ങോട്ട് തുറക്കാൻ പറ്റും, തുറന്നിട്ട് എവിടെയാ കുത്തണ്ടെന്ന് അവിടെ നിന്ന് വെപ്രാളം. ഞാൻ എന്റെ ചേച്ചി ഊരാതിരിക്കും, ഇട്ടിട്ട് ഊരാൻ പറ്റത്തില്ല. ആ ചക്കരത്തിരിക്കുന്ന അമ്മച്ചി, ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു, നല്ലൊരു അമ്മച്ചി. താങ്ക് യു അമ്മച്ചി, താങ്ക് യു മാം. ഇങ്ങനെ അമ്മച്ചി തന്നെ ഞാൻ ആ ബഹുമാനം കൊണ്ട് പറഞ്ഞു. അമ്മച്ചിനെ ഊരി തന്നു, ഇട്ട് തന്നു. സീറ്റ് ബെൽറ്റ് എവിടെ ഇടാൻ അറിയാവോ? എല്ലാം അറിയാവോ? തിരിച്ച് തന്നെ പോകണമെങ്കിൽ ഞാൻ എങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടുമെന്ന് ഞാൻ ആലോചിക്കും. അതാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ടെൻഷൻ. ഫ്ലൈറ്റിൽ കയറുന്ന സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും? ചെവി ഭയങ്കര വേദന, ചെവി അടഞ്ഞ് പണ്ടാരടങ്ങും. താഴെ വന്ന് രേണു എന്താ പറയുന്നതെന്ന് രേണുവിന് തന്നെ ഒരു ബോധമുണ്ടോ? അതോ ബിഗ് ബോസിനകത്ത് ചെന്ന് ഒരു സമയം കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു 5-6 ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ പിടിവിട്ട് പോകടാ എന്ന് രേണു തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിടിവിട്ട് പോയിട്ടാണോ ഈ പറയുന്നത്? പുറത്ത് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയത്? പുറത്ത് ശത്രുക്കളെ ഉണ്ടാക്കിയത് രേണു തന്നെയാണ്, രേണുവിൻ്റെ നാവ് തന്നെയാണ്. ഇപ്പം അകത്ത് പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറഞ്ഞു പോവുകയാണ്, അത് നാവിൽ നിന്ന് വീണ് പോകുന്നതാണ്. ഇതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ സംഭവം കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്ന രേണുവിനെ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ രേണുവാണ് പുറത്ത് ഇപ്പം മറ്റു കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ രേണുവിനെക്കുറിച്ച് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നെല്ലാം പുറത്ത് പറഞ്ഞിട്ട് പോയിട്ടുള്ളത് രേണുവാണ്. അപ്പോൾ ഇത് അകത്ത് ചെല്ലുമ്പോൾ മാറ്റി പറയുവാണെങ്കിൽ അതെല്ലാം ബാധിക്കാൻ പോകുന്നതും രേണുവിനെ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും രേണുവാണ്. ചുറ്റും ക്യാമറ ഉണ്ടെന്നുള്ള ബോധം വേണം സംസാരിക്കുമ്പോൾ. അല്ലാണ്ട് ഞാൻ രഹസ്യം പറയുന്നതാണ് എന്നൊരു ചിന്തയോടെ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കാര്യങ്ങളും കയ്യിൽ നിന്ന് പോകും. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, പിന്നെ പ്രത്യേകിച്ച് നാറാനൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. രേണു ഒരിക്കലും ഇമേജ് കോൺഷ്യസ് അല്ല. കാരണം പുറത്ത് കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ് ഉള്ളത്. നെഗറ്റിവിറ്റി ആയിരുന്നു പോകുന്ന സമയത്ത്, പുറത്ത് കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് പേര് മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അകത്ത് പോയതിന് ശേഷം കുറേയധികം ആൾക്കാർ രേണുവിനെ, കുറേയധികമല്ല, നമ്മളൊരു പോൾ ഇട്ടാൽ പോലും അല്ലെങ്കിൽ ഒരുപാട് പോളുകളുടെ താഴെ വന്നാലും രേണുവിനാണ് സപ്പോർട്ട് കൂടുതൽ കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ വാക്ക് പറയുമ്പോഴും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കംപ്ലീറ്റ് കള്ളങ്ങളും പൊളിഞ്ഞ് പാളീസാവാൻ സാധ്യത കൂടുതൽ രേണുവിനാണ്. സൂക്ഷിക്കട്ടെ. എന്തായാലും ഫ്ലവേഴ്സിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ മുൻപ് വീഡിയോയിൽ വെച്ചിട്ടുള്ളതാണ്. ഈ പറയുന്ന സ്റ്റേജിലിരുന്ന് പറയുന്നതും കൂടെ പഠിച്ചൊരു പെൺകുട്ടിയും വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെ ഏവിയേഷൻ പഠിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ രേണുവാണ് പറഞ്ഞത്, ഞാൻ ഏവിയേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, ഇന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ രേണുവാണ്, നമ്മളല്ല, ജനങ്ങളല്ല അറിഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് രേണുവിനെ നമ്മൾ വിമർശിക്കുന്നത്. ഇപ്പം ഇന്നിപ്പോൾ ലൈവിൽ നടന്നൊരു കാര്യം ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് സംസാരിക്കുന്നത്. രേണുവിനോട് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യവും ഉണ്ടായിട്ടില്ല. അവരുടെ നാവിൽ നിന്ന് വന്ന വാക്കുകളും അവരുടെ പ്രവൃത്തിയൊക്കെയാണ് അവർക്കെതിരെ സംസാരിക്കാൻ നമ്മളെപ്പോലുള്ള ആൾക്കാരെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് അതിനകത്ത് ഇപ്പം ഒരുപാട് പേര്, ഞാനിപ്പോൾ ഇടുന്ന ഈ വീഡിയോയുടെ താഴെയും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. നീ എന്തിനാണ് രേണുവിനെ പറയുന്നത്,
കാരണം ഇപ്പോൾ രേണുവിന് സപ്പോർട്ടേഴ്സ് കൂടുതലാണല്ലോ, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. എന്തിനാണ് രേണുവിനെ വിമർശിക്കുന്നത്? രേണു ഒരു പാവം കുട്ടിയല്ലേ, ആ കുട്ടി എങ്ങനെയും ജീവിച്ച് പൊക്കോട്ടെ, നിങ്ങളാരും ശല്യം ചെയ്യാൻ വരുന്നില്ലല്ലോ. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കാൻ, അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഏതൊരാൾക്കും അർഹതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് പറയണം. ഇന്നൊന്ന് പറഞ്ഞ് നാളെ അതിനെ മാറ്റി പറയുന്ന അതിനെയാണ് നിലപാടില്ലായ്മ എന്ന് പറയുന്നത്. ബിഗ് ബോസ് ഹൗസ് പോലൊരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പിന്നെ സംസാരിക്കുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ ഒരു വിഷയം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതായിരിക്കണം. ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ പണ്ട് ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞു വെച്ചത് കൊണ്ട് ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറും, അപ്പോൾ വീണ്ടും ചർച്ചാ വിഷയമാവും, സ്ക്രീൻ സ്പേസ് കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം പുറത്ത് ഇതൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. രേണു ഏവിയേഷൻ പഠിച്ചു എന്ന് പറയുന്നതും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് അത് ഊരാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞതും ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രേണു തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, രേണുവിൻ്റെ കൈവിട്ട് പോവും. അത് ഉറപ്പുള്ള കാര്യമുണ്ട്. രേണുവിൻ്റെ മാത്രമല്ല, അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും സിറ്റുവേഷൻ അങ്ങനെയായിരിക്കും. ഒരു പരിധി കഴിയുമ്പോഴേക്കും റിലേ ഔട്ടാവും. പിന്നെ ക്യാമറ ഉണ്ടെന്നോ അല്ലെങ്കിൽ ആരൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നോ ആരെങ്കിലൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്നോ ഒന്നും ചിന്തിക്കാണ്ട് വായി തോന്നുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മുൻപ് പറഞ്ഞതെല്ലാം മറന്നു പോവും. അതങ്ങനെയാണ്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുവരെ ഇമേജ് കോൺഷ്യസ് ആയിരുന്ന ആൾക്കാരെല്ലാം പാടെ തകിടം മറിയും, തകർന്ന് തരിപ്പണാവും. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെയാണ് എനിക്ക് ഈ ഒരു വിഷയം എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ നിലവിൽ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു നല്ല പ്ലെയറായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.